മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള തർക്കം രൂക്ഷമായി തുടരുന്നതിനിടയിൽ ഇപ്പോൾ കൂടുതൽ വിപുലമായ ചർച്ചകൾക്ക് തയ്യാറാവുകയാണ് ഹൈക്കമാൻഡ്. തുടർ ചർച്ചകളുടെ ഭാഗമായി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ, K സുധാകരൻ, K മുരളീധരൻ എന്നിവരൊക്കെ ഡൽഹിക്ക് വരണം എന്നാണ് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ മുതിർന്ന നേതാവ് AK ആന്റണിയാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. മുൻ KPCC പ്രസിഡന്റുമാരെ അല്ലെങ്കിൽ അധ്യക്ഷന്മാരെ കൂടി ഉൾപ്പെടുത്തി വിപുലമായ ഒരു ചർച്ച നടത്താനാണ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. വയനാട് MP ആയ പ്രിയങ്ക ഗാന്ധിയും അതുപോലെ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയുമൊക്കെ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തി എന്നാണ് സൂചന. ഏതായാലും ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് KPCC മുൻ പ്രസിഡന്റുമാർ ഉൾപ്പെടുന്ന പ്രമുഖ നേതൃസംഘം ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. ആരോഗ്യ കാരണങ്ങളാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഡൽഹിയിൽ എത്തുന്ന കാര്യത്തിൽ ഉറപ്പില്ല, അദ്ദേഹം പോകാൻ സാധ്യതയില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഫോണിലൂടെയെങ്കിലും അറിയാൻ ഹൈക്കമാൻഡ് ശ്രമിക്കും എന്നാണ് മനസ്സിലാകുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്ന കാര്യത്തിൽ ഘടകകക്ഷികളുടെയും അതുപോലെ സംസ്ഥാന നേതാക്കളുടെയും ഒക്കെ അഭിപ്രായം ഹൈക്കമാൻഡ് ആരായുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളെ മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നാൽ അതുണ്ടാക്കുന്ന പ്രതിസന്ധി ഹൈക്കമാൻഡിനെ ഘടകകക്ഷികൾ ബോധ്യപ്പെടുത്തും എന്ന് ഒരു വിഭാഗം കരുതുന്നു. അതേസമയം ഘടകകക്ഷി നേതാക്കളുമായി ഒരു വട്ടം കൂടി കൂടിയാലോചനകൾ നടത്തിയേക്കും. അതിന് അങ്ങനെയൊരു സാധ്യത കൂടി ഇപ്പോൾ കോൺഗ്രസിൽ ഉരുത്തിരിഞ്ഞു വരുന്നുവെന്ന വിവരങ്ങൾ കൂടി വരികയാണ്. ഏതായാലും സമവായത്തിലെത്തുന്നതിന് മുന്നോടിയായി AICC നിയോഗിച്ച നിരീക്ഷകർ മുഖേനയല്ലാതെ MP-മാരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് തേടുന്ന കാര്യവും ഒക്കെ ഹൈക്കമാൻഡിൻ്റെ പരിഗണനയിലുണ്ട്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവർ ഒരു കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചകൾക്ക് ഇനി തുടരും. അതിനുശേഷമാകും കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. ഇതിനിടയിൽ തിരുവഞ്ചൂർ മാധ്യമങ്ങളെ കാണുകയാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ എന്നിൽ നിക്ഷിപ്തമായ കാര്യം അതിൽ മാത്രം കേന്ദ്രീകരിച്ച് മറുപടി പറയാൻ ബാധ്യതപ്പെട്ടയാളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ഒരു കൃത്യമായ ഒരു മുന്നണിയാണ്. ആ മുന്നണിക്കകത്ത് എപ്പോഴും തീരുമാനം വന്നാൽ എല്ലാവരുമായി യോജിച്ചുള്ള തീരുമാനമാകാനാണ് സാധ്യത. പക്ഷേ ഞാൻ കടന്നു കയറിയൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഇത്രയും കാലം കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി എത്രയോ പതിറ്റാണ്ടുകളായി നിൽക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൽ ഒരു അസംതൃപ്തി ഇല്ലാതെ കൊണ്ടുപോകും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകരടക്കം വികാരമടക്കം ശ്രദ്ധപ്പെടുത്തുന്നു. ഇപ്പോൾ നിലവിൽ കേരളത്തിലുണ്ടായിരുന്ന ദിവസങ്ങൾക്കുണ്ടായ കഴിഞ്ഞ ദിവസങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നില്ല. എന്നെ ഡൽഹി വിളിച്ചു, എന്നെപ്പോലെയുള്ള പല നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ടാകും. അവിടെ എൻ്റെ അഭിപ്രായം ഞാൻ അവിടെയാണ് പറയേണ്ടത്. അവിടെ എൻ്റെ ഒപ്പീനിയൻ പറയും. ബാക്കിയുള്ള അവിടുത്തെ തീരുമാനം എന്തോ ആ തീരുമാനം അക്ഷരം പ്രതി പാലിക്കുക എന്നുള്ളത് അച്ചടക്കമുള്ളൊരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ കടമയാണ്. ആ കടമ ഈ മുഖ്യമന്ത്രി തീരുമാനം വൈകുന്നേരം പൊതുജനത്തിന്റെ ഒരു പ്രതിഷേധം ശ്രദ്ധിക്കുന്നുണ്ടോ നേതാക്കന്മാർ? പത്രം വായിക്കുന്ന ആളുകളാവും, ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അതൊന്നും ഞാൻ പറഞ്ഞ കാര്യമില്ല. അറിയില്ല, അത് ഡൽഹി വിളിച്ചിട്ടുള്ള നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. നേതൃത്വം അല്ല, നേതൃത്വം വിളിച്ചാൽ ആ നേതൃത്വം വിളിക്കുന്നിടത്ത് ചെല്ലുക എന്നുള്ളതിൻ്റെ ബാധ്യതയല്ലേ. ഞാൻ ആ ബാധ്യത നിറവേറ്റും. അപ്പോൾ ഏതായാലും എല്ലാവരും നേതൃത്വം എന്ത് പറയുന്നോ അത് അനുസരിക്കാം, അവിടെ ചെല്ലാം, അഭിപ്രായങ്ങൾ പറയാമെന്ന നിലപാടിലാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാം എടുക്കുന്ന ഒരു നിലപാടതാണ്. അപ്പോൾ എന്നോടൊപ്പം കിരൺ ബാബു ഇപ്പോൾ ചേരും. കിരൺ, ഗുഡ് ഈവനിങ്. ഡൽഹിയിലെ കാലാവസ്ഥയൊക്കെ വളരെ മനോഹരമായിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ചൂടുകൊണ്ട് കിരണ് അവിടെ നിൽക്കാൻ സാധിക്കുന്നുണ്ടാവില്ല എന്ന് കരുതുന്നു, അല്ലേ? കുഴപ്പമില്ല മനു, ഇതിനേക്കാൾ കൂടിയ ചൂടിൽ ഡൽഹിയിൽ ദീർഘകാലം നിന്നതാണ്. മാധ്യമപ്രവർത്തനത്തിലൊക്കെ കാലം മുതൽ അങ്ങനെ നിന്നാണ്. അതുകൊണ്ട് തീയിൽ കുരുത്തത് ഈ വെയിലത്ത് വാടില്ല എന്നാണ് പറയുന്നത്. തീയിൽ കുരുത്തത് ഏതായാലും വെയിലത്ത് വാടില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ കിരൺ ബാബു പറയുകയാണ് കാര്യം. അതെ,
ഏതായാലും കിരൺ ബാബു ആ പറഞ്ഞതാണ് കാര്യം. ഡൽഹിയിൽ ദീർഘകാല മാധ്യമപ്രവർത്തനം നടത്തിയ കിരൺ ബാബു ഇത്തരം നിരവധി രാഷ്ട്രീയ സാഹചര്യങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാകും. ഇത് കോൺഗ്രസിന് മുന്നിൽ ഇത്തരം പ്രതിസന്ധികൾ ഇതാദ്യമായല്ല വരുന്നത്. എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ളതാണ്. പല ഘട്ടങ്ങളിൽ ഇതിനേക്കാൾ സങ്കീർണമായ സാഹചര്യങ്ങൾ കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ആദ്യഘട്ടത്തിൽ KC വേണുഗോപാലിന് വലിയ സാധ്യതയുണ്ട് എന്നെല്ലാവരും കരുതി ഒരു ഘട്ടം വരെ അതങ്ങനെ പോവുകയാണ്. ഇപ്പോഴതിൽ സംശയങ്ങൾ ഉയരുകയാണ് കിരൺ ബാബു. അപ്പോൾ സ്വാഭാവികമായും ഇത് നീളുന്നതിൻ്റെ അർത്ഥം KC വേണുഗോപാലിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനം അകലുന്നു എന്ന് കരുതുന്നവരുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, അങ്ങനെയെങ്കിൽ ഇത് ആർക്ക് പോകുമെന്നാണ്. സ്വാഭാവികമായും രമേശ് ചെന്നിത്തല ഒരു വശത്തുണ്ട്. അദ്ദേഹത്തിന് ഉള്ള ക്ലെയിം വർദ്ധിക്കുന്നു എന്ന ചില പ്രതികരണങ്ങളും വേറെ ചില കോണുകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കിരൺ ബാബുവിന് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവുമായി വളരെ സൗഹാർദ്ദപരമായ ഒരു അടുപ്പമുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇതുവരെയൊക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണോ ഈ രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ? മനു, 3 പേരും പ്രതീക്ഷയിലാണ്. പക്ഷെ 3 പേർക്കും ആ ആത്മവിശ്വാസം തങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്നൊരു ആത്മവിശ്വാസം ഇല്ല എന്ന് വേണം കരുതാൻ. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ചർച്ചകൾ നീണ്ടുപോകുന്നതിനർത്ഥം നമ്മൾ തുടക്കം മുതൽ തന്നെ പറയുന്നുണ്ട്, അന്ന് യോഗം നടക്കുമ്പോഴും ഇന്ന് യോഗത്തിൽ തീരുമാനമുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മറ്റു പലരും ഇപ്പോൾ തീരുമാനമുണ്ടാവും, അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാവും, 6:30 ഉണ്ടാവും എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മളത് ഇല്ല എന്ന് പറയാനുള്ള കാരണം അത് വളരെ ലളിതമാണ്. കാരണം കോൺഗ്രസ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. പ്രത്യേകിച്ച് ദീർഘകാലം കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിരുന്നത് സോണിയാഗാന്ധി എത്രയോ കാലമായി എത്രയോ മുഖ്യമന്ത്രിമാർ എത്രയോ സംസ്ഥാനങ്ങൾ പലതവണ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഈ തർക്കങ്ങൾ കോൺഗ്രസിലൊരു പുതുമയൊന്നുമല്ല. ഇതിലും എത്രയോ വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന് നേട്ടമുണ്ടായിട്ടുണ്ട്, കോട്ടമുണ്ടായിട്ടുണ്ട്. കോട്ടത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന ഒന്നാം UPA സർക്കാരിൽ 29 MPമാരെ നൽകുമെന്ന് പറഞ്ഞ് 29 പേരെ കൊടുത്ത YS രാജശേഖർ റെഡ്ഡി, രണ്ടാം UPA സർക്കാരിനെ പിടിച്ചു നിർത്തിയ YS രാജശേഖർ റെഡ്ഡി ഏറ്റവും കൂടുതൽ MPമാരെ നൽകിയത് ആന്ധ്രാപ്രദേശിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ വലിയ റാലികളൊക്കെ സംഘടിപ്പിക്കുകയും സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ അത്തരമൊരു ഘട്ടത്തിൽ ഈ റാലികൾ നടത്തിയും പ്രതിഷേധം നടത്തിയും ഹൈക്കമാൻഡിൻ്റെ സമ്മർദ്ദത്തിലാക്കി തീരുമാനം എടുക്കാം എന്നുള്ള നീക്കത്തിലേക്ക് പോയപ്പോൾ ജഗൻമോഹൻ റെഡ്ഡിയും YS രാജശേഖർ റെഡ്ഡിയുടെ ഭാര്യയും രണ്ടുപേരും ആ കുടുംബവുമായി അത്രയേറെ ആഴത്തിൽ ബന്ധമുള്ളതാണ് സോണിയാഗാന്ധിക്കും ആ കുടുംബത്തിനും. പക്ഷേ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി 4 ദിവസമാണ് ഡൽഹിയിൽ കാത്തിരിക്കേണ്ടി വന്നത്. ഈ 4 ദിവസവും അപ്പോയിൻമെൻറ്റ് പോലും കൊടുക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഒടുവിൽ അവസാനം അവർ മറ്റൊരു പാർട്ടിയായി പോവുകയും അവിടെ ആന്ധ്രാപ്രദേശിൽ നിന്ന് കോൺഗ്രസ് തന്നെ നിഷ്കാസിതമായി പോകുന്ന അവസ്ഥയൊക്കെ അന്ന് കിരൺകുമാർ റെഡ്ഡിയെ മുഖ്യമന്ത്രിയാക്കുകയും പിന്നീട് അവിടെ ഉണ്ടായ അവസ്ഥയൊക്കെ നമുക്കറിയാം. പിന്നീട് ഒരിക്കൽ പോലും ആന്ധ്രാപ്രദേശിൽ മടങ്ങി വരാനൊന്നും കഴിഞ്ഞിട്ടില്ല. സമാനമായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാജസ്ഥാനെ സംബന്ധിച്ച് രാജസ്ഥാൻ PCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് സച്ചിൻ പൈലറ്റ് ആയിരുന്നു അവിടുത്തെ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഗ്രസീവായി നിന്ന് നയിച്ചതൊക്കെ ആൾ സച്ചിൻ പൈലറ്റ് തന്നെയായിരുന്നു. അന്ന് അശോക് ഗെഹ്ലോട്ട് ആയിരുന്നില്ല. അശോക് ഗെഹ്ലോട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ MLA-മാരുടെ ഭൂരിപക്ഷം അന്ന് അശോക് ഗെഹ്ലോട്ടിനായിരുന്നു. ആ MLA-മാരുടെ ഭൂരിപക്ഷത്തിലാണ് അവസാനം തീരുമാനമെടുത്തത്. അതും ഇതുപോലെ ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊക്കെ ഒടുവിലാണ് തീരുമാനമെടുത്തത്. മധ്യപ്രദേശിലും എങ്ങനെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ മറ്റു പാർട്ടിയിലേക്ക് പോയതെന്നറിയാം. ജ്യോതിരാദിത്യ സിന്ധ്യ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നു. അവിടെയും ഇതുപോലെ തർക്കങ്ങൾ ഉണ്ടാവുകയും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് അനുകൂലമായ ഒരു തീരുമാനമുണ്ടായില്ല. അവസാനം പാർട്ടി വിട്ട് തന്നെ പോകുന്ന അവസ്ഥയുണ്ടായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.